ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആമി എന്ന് പറയുന്ന നമ്മുടെ സച്ചിയുടെ കളിക്കൂട്ടുകാരി സച്ചിയുടെക്ക് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആമിയുടെ അവനോടുള്ള പെരുമാറ്റവും അവനോടുള്ള ആ ഒരു കരുതലും കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് അത് നല്ല കുശുമ്പ് തന്നെ ആകുന്നുണ്ട്. രേവതിക്ക് അത് സഹിക്കുന്നില്ല. രേവതി പരമാവധി തൻ്റെ റൂമിൽ സച്ചിയെ പിടിച്ചിരുത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ആമി. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഈ പറയുന്ന രേവതിക്ക് തന്നെ സംശയമുണ്ട്, ആമിയുമായിട്ട് പെരുമാറുന്നത് ഇഷ്ടമല്ല എന്ന് സച്ചി മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആ സമയത്ത് അവനവിടെ നെറുകയിൽ കയറുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഇവളാണ് ആമിയാണ് എഴുന്നേറ്റ് നിന്നിട്ട് നെറുകക്കിനെ തട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ രേവതിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ രേവതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആമി അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ശ്രുതിക്കും നല്ല സംശയമുണ്ട്. ഈ നീലിമയുടെ ആളാണ്, കാനഡയിൽ നിന്ന് വന്ന നീലിമയുടെ ആളാണ് തൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ, ഇവരെ അപകടപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്നൊക്കെയാണ് അവരുടെ തെറ്റിദ്ധാരണ. എന്തായാലും അവർ രണ്ടുപേരും ആമിയുടെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട്, നീ കാനഡയിൽ നിന്ന് വന്നതാണല്ലേ? അതെ എന്ന് പറയുകയാണ്. അപ്പോൾ നീ ഇവിടുമായിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിപ്പല്ലേ വന്നതുള്ളൂ എന്നിങ്ങനെ പറയാണ്. നിന്റെ വരവിൻ്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അപ്പം ഇവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ സംശയത്തിൻ്റെ നേരിൽ ഓരോ ചോദ്യങ്ങളൊക്കെ ശ്രുതിയും കൂടിയിട്ട് ആമിയോട് ചോദിക്കുന്നുണ്ട്. ആമി നല്ല കൃത്യമായി തന്നെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, തൻ്റെടിയായിട്ടുള്ളൊരു കുട്ടി തന്നെയാണ് ആമി. അതേ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ആമിയെ മാറ്റി നിർത്തി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി പറയുന്നുണ്ട് ആമിയോട്, ആമി, എൻ്റെ രേവതിക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച്, എന്നെ പറ്റിയുള്ള പഴയ കാര്യങ്ങളെക്കുറിച്ച് പലതും അറിയില്ല. എന്നെ എന്തുകൊണ്ടാണ് അമ്മ വെറുക്കാനുള്ള കാരണവും ഞാനും അമ്മയും തമ്മിൽ ഇത്ര അകൽച്ച വരാനുള്ള കാരണം എന്താണെന്നൊന്നും രേവതിക്ക് അറിയില്ല. 1-2 വട്ടം എന്നോട് ചോദിച്ചായിരുന്നു അവള്, പക്ഷേ ഞാൻ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്നോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, നീയും ഇതിനെപ്പറ്റി ഒന്നും പറയരുത് എന്ന് സച്ചി പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ആമി കിടക്കുന്നത് നമ്മുടെ രേവതിയുടെ അരികിലാണ് കേട്ടോ. ആമിക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ കൊടുക്കുന്നുണ്ട്, അച്ഛൻ രവീന്ദ്രൻ റൂമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആമി കിടക്കുന്നത് എന്തായാലും രേവതിയുടെ അരികിലാണ്. അങ്ങനെ രേവതി ആമിയോട് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ ആദ്യകാലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, അതിനുശേഷമല്ലേ അമ്മയും അതുപോലെ തന്നെ സച്ചിയേട്ടനും കൂടിയിട്ട് ഇത്രയും അകലാനൊക്കെ കാരണം അതെന്താണ് എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ആമിയാണെങ്കിൽ ഉറങ്ങിയ പോലെ അങ്ങനെ കിടക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ആമി കേട്ടാലും കേട്ടില്ലെങ്കിലും അതിനുള്ള മറുപടി പറയില്ല. അവൾ എന്തായാലും ആ സത്യം മറച്ചു വെക്കും. തൻ്റെ പ്രിയ കളിക്കൂട്ടുകാരൻ പറയരുത് എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ആമി രേവതിയോട് പറയുകയുമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്